ഇവിടെ വെള്ളമുണ്ട്. മഴ പെയ്യുമ്പോൾ വരുന്ന വെള്ളമാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ. ഇത് തോടാണ്. മാറിക്കേ. വാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാത്തൂൻ്റെ വീട് വരെയൊക്കെ ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചക്ക പറിക്കാനൊക്കെ ഒരു തന്ത്രപ്പാടിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ മരിച്ച വീടാണല്ലോ, അപ്പോൾ ജസ്റ്റ് അത് കഴിഞ്ഞിട്ടൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോവുകയാണ്, നേരിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളവിടെ എത്താറായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് ലേസൊക്കെ മേടിച്ചു കേട്ടോ. നാത്തൂൻ്റെ കൊച്ചുണ്ട്, അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നൊരു വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എത്ര പേരുണ്ടെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം ആരൊക്കെ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ദേ അവിടെ നാത്തൂനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോന്നേ. അപ്പോൾ കുഞ്ഞ് കിടന്നതേ ഉറക്കമാണ്. അപ്പോൾ ദേ അടുക്കളയൊക്കെ അവരെല്ലാം വൃത്തിയാക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോന്നേ. പിന്നെ ദേ ഞങ്ങൾ കുറേ നേരം പുറത്ത് വന്നിരുന്നു. കൊച്ചവിടെ ഇരുന്നൊരു ബസ് എടുത്തിട്ട് ഭയങ്കര പാട്ടുപാടലായിരുന്നു കേട്ടോന്നേ. ഭയങ്കര കളിയായിരുന്നു. പിന്നെ ദേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ പറമ്പിൽ പേരയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു വീഡിയോ എടുക്കും, ഞാൻ പേരയ്ക്ക വരയ്ക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടാ പേരയ്ക്ക വരയ്ക്കുന്ന വീഡിയോ എടുത്ത് തന്നാണ് കേട്ടോ ഇത്. അപ്പം ഇതിന് മുമ്പ് 2 ദിവസം വന്നപ്പോഴത്തേക്കും ഞാൻ ആ പേര് കാലിയാക്കിയായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു, കുറേ പറിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ ഞാന്ന് കിടന്ന് ഞാൻ കുറച്ച് ഒരു 3-4 പറിച്ച്. പിന്നെ ഞങ്ങളവിടെ നിന്ന് ചക്കയൊക്കെ പറിച്ച് ഓരോക്കെ പറിച്ചപ്പോഴത്തേക്ക് ഒന്നും പഴുത്തായിരുന്നു, പഴുത്തതുപോലായിരുന്നു. അപ്പോൾ അവൾ ഓട്ടോയിലാണ് പോകുന്നതെന്ന് ഓർത്ത് പെട്ടെന്ന് ഓട്ടോയിലൊക്കെ കയറി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം വേവിക്കാനും ഒരെണ്ണം പഴുപ്പിക്കാനും വേണ്ടിയിട്ടാണ്. നല്ല വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ കണ്ടിച്ചെടുത്തു, മുറിച്ചെടുത്തു. മുറിച്ചല്ല, ഇട്ടെടുത്തു. എന്നിട്ട് വണ്ടിയിലോട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ചക്കയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചേട്ടായി മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ മീൻ അവിടുന്ന് മീൻ മേടിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കേരമീൻ്റെ വെട്ടിക്കൂട്ട് പീസാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ പുറത്ത് തൊലിയൊക്കെ ഇരിക്കും. എനിക്കത് മുറിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടായിക്ക് അത് ആ പണി കൊടുത്തു. ഞാൻ വെളുത്തുള്ള ഇഞ്ചിയൊക്കെ അരിയുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇഞ്ചി മതിയായിരിക്കും. ഇഞ്ചി ഇഞ്ചിയൊക്കെ എരിയുമ്പോഴാണ് കയ്യേറ എനിക്ക് വേണമായിരുന്നു. എനിക്ക് കയ്യേറ ഇല്ലാതെ അറിയത്തില്ല. അയ്യോ, ഈ വെട്ടത്തിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ക്ലാരിറ്റി ഇവിടുത്തെ ലൈറ്റ് നല്ലതാണ്. എനിക്ക് ഫോണിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇതിന് ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ആരാ പറഞ്ഞത്?
റിയൽമി എടുത്താൽ മതിയായിരുന്നു. അമ്മ ചാർജറും കിട്ടിയനായിരുന്നല്ലേ. മേടിച്ച് ഇനി കൈ പിടിച്ചിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ, ഇനി അടുത്തത് മേടിക്കുമ്പോൾ അത് മേടിക്കാം. 5 കൊല്ലത്തേനാണ് ഈ ഫോണ്. അമ്പോ 5 കൊല്ലത്തെ വാറണ്ടിക്ക് ഫോണ്. 1 കൊല്ലത്തെ വാറണ്ടി ഉള്ളൂ കടക്കാർ തരുന്നത്. എന്ന് മേടിച്ചതാണോ അത്? ആ, അതെടുത്ത് നോക്കി അറിയാം അല്ലേ. 18 മാസം അടവ് വരുന്നു. അതായത് 1.5 വർഷം. അധികം തോന്നുന്നു വെളുത്തുള്ളി. മീൻകറിക്കകത്ത് വെളുത്തുള്ളി നല്ലപോലെ കിടന്നാൽ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പം മീനൊക്കെ വരുന്നത് നല്ലതാണോ? ഞാൻ എല്ലാവരും മേടിക്കുന്നുണ്ടല്ലേ. എൻ്റെ കുഞ്ഞ് എന്നെ എടുക്കുവാണോ? പൊന്നാ ഞാനീ വിളിച്ചാൽ വിളിയും കേൾക്കുകയല്ല. ദേവൂട്ടിയേ പിന്നെ വിളി കേട്ടോ. എന്നാ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്, വിളി കേൾക്കാതിരിക്കുന്നുണ്ടോ? ദേവൂട്ടിയേ. ആ, കളിക്കുവാന്നോ പഠിക്കുവാന്നോ ഏതാണ്ടോ പറഞ്ഞു. റെസ്പോണ്ട് ചെയ്യാൻ ഭയങ്കര മടിയാ. മനഃപൂർവ്വം മിണ്ടായിരിക്കുന്നതാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മീൻകറിയൊക്കെ തീയിൽ വെച്ച് ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ, സെറ്റാവട്ടെ. അപ്പോൾ മീൻകറി അവിടെ ഇരുന്ന് സെറ്റാകുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ചക്ക അവിടെ അമ്മ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പച്ച ചക്കച്ചോളം ഓർണം എടുത്തിട്ട് ഞാൻ തിണ്ണെ വന്ന് ഇച്ചിരി നേരം ഇരുന്നു റെസ്റ്റിങ്. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടായി ചോറ് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി മിക്കപ്പോഴും ഞാൻ എന്തെങ്കിലും കറി വെക്കുമ്പോൾ അവൾക്ക് ചോറ് വേണമെന്ന് പറയും. അപ്പോഴത്തേനും ചേട്ടായി ആണ് കേട്ടോ കൊടുക്കുന്നത്. വീഡിയോ എടുക്കുന്നത് ആദ്യം അറിഞ്ഞില്ല, പിന്നീട് അറിയുമ്പോൾ ഇച്ചിരി മസിലൊക്കെ പിടിച്ച ആളിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഈ കൊച്ചിന് ചോറ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവൾ ചോറുണ്ടാകുന്ന നേരത്ത് മാത്രമേ അവൾക്ക് ഫോൺ വേണം കേട്ടോ, അത് മസ്റ്റാണ്. ഈ ചക്കയും കൂടെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ചക്കയും കൂടെ വേവിച്ചു. പിന്നെ അമ്മ നെല്ലിക്ക ഉപ്പിട്ട് വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചക്ക സെറ്റാക്കി ഞാൻ വെച്ച്. നമുക്ക് കുറച്ചുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ചോറിൻ്റെ കൂടെ കറി പോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ചക്ക കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചോറ് ഉണ്ണത്തില്ല കേട്ടോ. മീൻകറി ഓക്കെ ആയിട്ടുണ്ട്, ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ ചക്ക എടുത്തിട്ടുണ്ട്, മീൻകറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയും നമ്മുടെ കേരമീൻ്റെ തലപ്പീസാണ് കേട്ടോ. അതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും റൂമിൽ വന്നിരുന്നാണ് കഴിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തുണി വിരിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. നല്ലതാണ് കേട്ടോ. നമ്മുടെ തലമീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.